എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. UK-യിൽ ഇപ്പോഴത്തെ വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് അഭയാർത്ഥികൾക്ക് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള സമയം അല്ലെങ്കിൽ കാലം വർഷങ്ങൾ നീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ചില അപ്ഡേറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഡെൻമാർക്കിലെ കടുപ്പമേറിയ അഭയാർത്ഥി നയങ്ങൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൽ വിജയകരമായ സാഹചര്യത്തിൽ ഇത് UK-യിൽ ആവർത്തിക്കാനാണ് ഹോം സെക്രട്ടറി ആഗ്രഹിക്കുന്നത്. എന്നാൽ അത്രയേറെ കടുപ്പം കൂട്ടാൻ ലേബർ MPമാരിൽ ഒരു വിഭാഗം അനുവദിക്കുകയും ചെയ്യുന്നില്ല. എന്നിരുന്നാലും ഒരു തലമുറയ്ക്കിടെ കാണാത്ത തരത്തിലുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് ഹോം സെക്രട്ടറി അറിയിക്കുകയുണ്ടായി. അനധികൃത കുടിയേറ്റം രാജ്യത്തെ കീറിമുറിക്കുകയാണെന്ന് ഹോം സെക്രട്ടറി പറഞ്ഞു. ഇതോടെയാണ് അനധികൃതമായി എത്തുന്നവർക്ക് സ്ഥിരതാമസം സാധ്യമാകണമെങ്കിൽ 20 വർഷത്തെ കാലയളവ് വേണമെന്ന നിബന്ധന വയ്ക്കുന്നത്. ചെറു ബോട്ടുകളിലും ലോറികളിലും കയറി രാജ്യത്ത് പ്രവേശിച്ച ശേഷം അഭയാർത്ഥിത്വം തേടുന്നവർക്കും വിസ കാലാവധി കഴിഞ്ഞ് താമസിച്ച ശേഷം അഭയാർത്ഥി അപേക്ഷ നൽകുന്നവർക്കും ഇത് ബാധകമാകും. ചെറിയ ബോട്ട് യാത്രയിലൂടെ അനധികൃതമായി UK-യിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിനായി അഭയാർത്ഥി അപേക്ഷകൾ നിയന്ത്രണം വിധേയമാക്കും. 5 വർഷത്തേക്ക് ലഭിക്കുന്ന അഭയാർത്ഥി പദവി 2.5 വർഷമായി കുറയ്ക്കുകയും ഓരോ കാലാവധിയുടെയും അവസാനം അവലോകനം നടത്തുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പരിശോധനയിൽ ജന്മസ്ഥലം സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയാൽ അഭയാർത്ഥികളോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടും. അനധികൃത കുടിയേറ്റം രാജ്യത്തെ വിഭജിക്കുകയാണെന്നും നിയന്ത്രിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നുമുണ്ട്. റിഫ്യൂജി കൗൺസിൽ നയത്തെ അനാവശ്യമെന്നാണ് വിലയിരുത്തൽ. യുദ്ധവും പീഡനവും മൂലം അഭയാർത്ഥിത്വം തേടുന്നവർക്കും ഈ നയം തിരിച്ചടിയാകുമെന്ന് ഒരു കൂട്ടർ ഓർമ്മപ്പെടുത്തുന്നു. ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നവർക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുവാൻ 20 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് നയം നടപ്പാക്കുന്നു എന്നാണ് ആഭ്യന്തരകാര്യമന്ത്രി ഷബാന മുഹമ്മദ് വ്യക്തമാക്കുന്നത്. അഭയാർത്ഥിക്ക് UK-യിൽ സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കാൻ നിലവിൽ 5 വർഷം തുടർച്ചയായി താമസിച്ചാൽ മതി. എന്നാൽ ഇനി മുതൽ 20 വർഷം കഴിഞ്ഞാൽ മാത്രമേ സ്ഥിരതാമസത്തിന് ഉള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ, അഭയാർത്ഥിത്വം കൊടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങളാണ് UK ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതും രാജ്യത്തിന് എത്രത്തോളം അത് സപ്പോർട്ടബിൾ ആണ് എന്നുള്ളതും വരും ദിവസങ്ങളിൽ അറിയാം. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.